ഹായ് ഡിയേഴ്സ്, 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലെ അഡ്മിഷനെ പറ്റിയിട്ടൊരു നോട്ടീസ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള MG യൂണിവേഴ്സിറ്റി പോലെ തന്നെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള സാധാരണ UG പ്രോഗ്രാമുകൾക്ക്, അതായത് +2 കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമുകൾക്കൊന്നും തന്നെ സാധാരണഗതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കൊഴിച്ച് മിക്ക കോഴ്സുകളും നമ്മുടെ +2 മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് സാധാരണ UG കോഴ്സുകളെല്ലാം തന്നെ ഇപ്പോൾ BSc കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, ബയോളജി ഒക്കെ പോലുള്ള കോഴ്സുകൾ ആ കോഴ്സിൻ്റേതനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ രീതിയിൽ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഈ 2024 മുതൽ താഴെ പറഞ്ഞിരിക്കുന്ന ചില കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ട ഫീസ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല പഠന വകുപ്പിൻ്റെ 2024-25 അധ്യയന വർഷത്തേക്ക് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് MA സാൻസ്ക്രിത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇൻ്റഗ്രേറ്റഡ് MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA എപ്പിഗ്രാഫി ആൻഡ് മാനുസ്ക്രിപ്റ്റോളജി എന്നീ 3 പ്രോഗ്രാമുകളിലേക്കായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് CUCAT 2024 വഴി അപേക്ഷ സമർപ്പിക്കാവുന്നത്. അപ്പോൾ ഈ CUCAT എന്ന് പറയുമ്പോൾ നിങ്ങൾ CUAT എക്സാമായിട്ട് മാറിപ്പോകണ്ട. നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള നാഷണൽ എൻട്രൻസ് ഉണ്ടല്ലോ, കേന്ദ്ര സർവകലാശാലകളിലേക്കൊക്കെ ഉള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതല്ല. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ക്യാറ്റ് എക്സാമാണ് കേട്ടോ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എൻട്രൻസ് പാസ്സാവണം എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് MA സാൻസ്ക്രിത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനും അതുപോലെ തന്നെ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനും +2 അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ആ ഒരു +2ന് ഈക്വലൻ്റ് ആയിട്ടുള്ള അതാണ് യോഗ്യത എന്ന് പറയുന്നത്, എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അഡ്മിഷൻ ടെസ്റ്റ് എഴുതണം, പക്ഷേ എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. ഇനി MA എപ്പിഗ്രാഫി ആണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ളൊരു ബിരുദമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് ഇയർ +2 എഴുതിയേക്കുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആയേക്കുന്നവർക്കൊക്കെ ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവസാന തീയതി 26/4/2024 ആണ് കേട്ടോ. വെബ്സൈറ്റ് admission.uoc.ac.in എന്നുള്ളതാണ് വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻടേക്ക് വരുന്നത് 20ഉം 30ഉം ഒക്കെയാണ്. നമ്മൾ അറബിക്കും അതുപോലെ സംസ്കൃതത്തിനും 20ആണ് ഇൻടേക്ക് വരുന്നത്. ഓക്കെ, അറബിക്കിനും ഇൻ്റഗ്രേറ്റഡ് MA എപ്പിഗ്രാഫിക്ക് 20ആണ്, ഇൻ്റഗ്രേറ്റഡ് MA സംസ്കൃതത്തിന് 20ആണ്, അറബിക്കിന് 30 സീറ്റുകളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മനസ്സിലായല്ലോ, 26/4/2024 5 മണി വരെയാണ് എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ടൈമിൽ എപ്പോഴും നോക്കുക കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രോഗ്രാമിനും 580 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സ് ആണെന്നെങ്കിൽ 255 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് കൂടുതൽ പ്രോഗ്രാംസ് വേണമെങ്കിൽ 85 രൂപ അഡീഷണൽ ആയിട്ട് നമ്മൾ പേ ചെയ്യണം. ഇപ്പം നമ്മൾ ഈ 3 പ്രോഗ്രാമിനും ഉണ്ടെങ്കിൽ 580 + 85 + 85 എന്നുള്ള ആ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം, അല്ലെങ്കിൽ SBI അക്ഷയ കേന്ദ്ര വഴിയോ ചെല്ലാൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.